സ്കോക്ക് കറുപ്പ് വന്ന് അടുത്ത കോമഡി. നമ്മുടെ നടുപ്പിൻ നായകൻ സൂര്യ അണ്ണന്റെ കറുപ്പ് ഡയറക്ടർ ക്രോസ് ടോക്ക് ബാലാജി അഥവാ ആർജെ ബാലാജി. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. പക്ഷേ പടം പൊട്ടും. പട്ടം നമ്മുടെ വിജയ് അണ്ണ CM ആയിട്ട് പോയല്ലോ, സിനിമ നിർത്തി പോയല്ലോ. ഒരു രക്ഷകൻ ആയിട്ടാണ് ഇവിടെ നമ്മുടെ സൂര്യ അണ്ണൻ ആ റോള് ഏറ്റെടുത്തിരിക്കുകയാണ്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കലടാ നായിന്റെ പട്ടി മോനെ. ആർജെ ബാലാജി അണ്ണനെ പുള്ളിക്ക് മെയിൻ ആവണം, അതിനു വേണ്ടി എടുത്ത പടമാണ്. അപ്പോ ഇദ്ദേഹമാണ് സിനിമയിൽ കൂടുതലും സൂര്യയെക്കാളും സ്ക്രീൻ ടൈം ഉള്ളതും കൂടുതൽ സീൻസ് എല്ലാം ഉള്ളത് ഇദ്ദേഹത്തിനാണ്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. അപ്പൊ ഇതൊരു മൊണ്ണേഷാണ്, മൊണ്ണേഷ് കുമാർ കഥാപാത്രമാണ്. അത് തനി മൊണ്ണേഷായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്റെ ഐഡിയ ആയി പോയി. നിന്റെ ഐഡിയ നിന്നെ പട്ടി. ഇതിന്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ആർജെ ബാലാജി, സൂര്യയുടെ വില്ലനൊക്കെ ആർജെ ബാലാജി. അത് ഇതുപോലത്തെ ഒരു ആക്ഷൻ പടമാണ്. ഇത് ആക്ഷൻ അങ്ങനത്തെ ഒരു പടമായിട്ട് എടുത്തിരിക്കുന്നത്. കോമഡിയും ഉണ്ട്. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. അപ്പൊ ആദ്യത്തെ ഒരു അരമുക്കാൽ മണിക്കൂർ സൂര്യ ഇല്ല. നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കേട്ടില്ല. അശ്വന്ത് കോക്ക്, ഇവനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കുറെ പേരൊക്കെ പറയുന്നു ഇവൻ പെയ്ഡ് റിവ്യൂ ആണ് ചെയ്യുന്നത്, പൈസ വാങ്ങിയിട്ടാണ് ഇവൻ റിവ്യൂ ചെയ്യുന്നത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. കാരണം ചില പടങ്ങളെ മാത്രം, അതായത് ആർക്കും ഇഷ്ടപ്പെടാത്ത പടങ്ങളെ നല്ലതെന്നും പറയും, എന്നാൽ നല്ലതായിട്ടുള്ള പടങ്ങളെ ഗുണച്ച പടമെന്നും പറയും എന്നൊക്കെയുള്ള രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ട്. സ്കോക്ക് അതിരടി ഡയറക്ടർ അരുൺ അനിരുദ്ധൻ. സൂപ്പർ ഹിറ്റ്. മാഡം സാറിന്റെ പടം സൂപ്പർ ഹിറ്റ്. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. അയ്യ കറുപ്പരെ വാറും അയ്യ വന്നിട്ടുണ്ട്, നിങ്ങൾ എല്ലാരും പോയി കാണണം. സൂപ്പർ പടം ബ്രോ, സൂപ്പർ പടം. സൂര്യയുടെ കംബാക്ക്. സൂപ്പർ പടം, അണ്ണന്റെ കംബാക്ക് ആണ്. എല്ലാ വിജയ് ഫാൻസിൽ എല്ലാവർക്കും മസ്റ്റ് വാച്ച് പടമാണ്. എല്ലാവർക്കും ഒരു കിടിലൻ ട്രീറ്റ് ആണ്. ബ്ലോക്ക് ബസ്റ്റർ അടിപൊളി പടമാണ്. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ